ടെലിവിഷൻ ചാനലുകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന കൊല്ലം സുധി വാഹനാപകടത്തിൽ അപ്രതീക്ഷിതമായി മരണപ്പെട്ടത് ഏവരെയും നടുക്കിയ വാർത്തകളായിരുന്നു. 2 മക്കളും ഭാര്യ രേണുവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം കൊല്ലം സുധിയായിരുന്നു. സുധിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പകച്ചുപോയ കുടുംബത്തെ സുമനസ്സുകൾ ചേർന്നാണ് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അന്ന് സ്റ്റാർ മാജിക് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലം സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ എത്തിയിരുന്നു. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ ജീവിതാവസ്ഥ കണ്ട് ഒരു വീട് നിർമ്മിക്കാനാണ് എല്ലാവരും മുൻഗണന നൽകിയത്. അതിന് കാരണം സ്വന്തമായി ഒരു വീട് എന്നതായിരുന്നു കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. സുമനസ്സുകൾ ചേർന്ന് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പാണ് തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം വീട് വയ്ക്കാനായി സൗജന്യമായി വിട്ടു നൽകിയത്. കൊല്ലം സുധിയുടെ മക്കളുടെ പേരിലാണ് കോട്ടയം തൃക്കൊടിത്താനത്ത് 7 സെന്റ് ഭൂമി പതിച്ചു നൽകിയത്. രേണുവിനും കുടുംബത്തിനും വീട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് ഈ ബിഷപ്പ് വീട് നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ രേണു സുധി ആൽബങ്ങളിൽ അഭിനയിച്ചും റീൽസുകളിലൂടെയും സമൂഹമാധ്യമങ്ങളിൽ സജീവമായതിനു പിന്നാലെ ബിഷപ്പ് നോബൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടത്. രേണു സുധിയെയും മക്കളെയും വെച്ച് ബിഷപ്പ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പ്രചാരണമുണ്ടായത്. ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായതോടെ രേണു സുധിയുടെ കുടുംബവും ബിഷപ്പുമായുള്ള ബന്ധവും വഷളായി. ബിഷപ്പിനെതിരെയുള്ള രേണുവിൻ്റെ പല പരാമർശങ്ങളും വലിയ വിവാദമായിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ബിഷപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. രേണു സുധി ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ബിഷപ്പിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത്. വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ KHDEC ഫിറോസ് എന്ന വ്യക്തിക്കും വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. സഹായിച്ചവരെ തള്ളിപ്പറഞ്ഞ രേണുവിൻ്റെ നിലപാടുകൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ബിഷപ്പിനെതിരെ കടുത്ത വിമർശനവുമായി രേണു സുധി രംഗത്ത് വന്നിരിക്കുകയാണ്. രേണുവിനെ പിന്തുണയ്ക്കുന്ന സജീന എന്ന വ്ളോഗറുടെ വീഡിയോയിലൂടെയാണ് രേണുവും സജീനയും കൂടി ബിഷപ്പിനെ രൂക്ഷമായി പരിഹസിക്കുന്നത്. രേണുവിനെതിരായി വീഡിയോ ഇടുന്നവരുടെ വീഡിയോയ്ക്ക് താഴെ ബിഷപ്പ് അനുകൂലിച്ച് കമൻ്റ് ഇടുന്നു എന്ന് ആരോപിച്ചായിരുന്നു വിമർശനം. രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് അച്ഛൻ്റെ വീട്. ഞാൻ അവിടെയുള്ളപ്പോൾ അച്ഛനെ ആ പരിസരത്ത് കാണാറില്ല. അച്ഛൻ വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കെ എന്തിനാ അച്ഛാ ഇങ്ങനെ? ഞാൻ വീട്ടിൽ ചെല്ലട്ടെ, അച്ഛനെ കാണിച്ചു കൊടുക്കാമെന്നും വെല്ലുവിളിക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ രേണുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. അർഹതയില്ലാത്തവർക്കാണ് ബിഷപ്പ് ഭൂമി കൊടുത്തതെന്ന വിമർശനമാണ് ഉയരുന്നത്. നെഗറ്റീവിലൂടെ രേണുവും സജീനയും റീച്ച് നേടാനാണ് ശ്രമിക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. നിരവധി യൂട്യൂബേഴ്സും രേണുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബിഷപ്പിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് രേണുവിനും കുടുംബത്തിനും വീട് നൽകിയത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.